സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാണ്. പവർ കട്ട് ഇനിയും തുടർന്നേക്കും. നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. വർദ്ധിച്ച ഉപയോഗം, കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനം, കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ട സാഹചര്യം എന്നിവയാണ് പ്രതിസന്ധിക്കു കാരണം. അതേസമയം പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴയ്ക്കു സാധ്യതയില്ല. സുനിഷ അയ്യല്ലൂരും ആർ റോഷിപാലും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം റോഷിപാലിലേക്കാണ് പോകുന്നത്. റോഷി, അനിതര സാധാരണമായ ഒരു പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. എപ്പോൾ കരണ്ട് പോകും, എപ്പോൾ വരും എന്നതുപോലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്നലെ 12 മണിക്ക് ശേഷവും 12:30-ക്ക് ശേഷവും കരണ്ട് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതൊന്നും അംഗീകരിക്കാനേ കഴിയാത്ത സാഹചര്യമാണ്. മന്ത്രി ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അത് സംസ്ഥാനത്ത് കാലാവസ്ഥ വ്യതിയാനം, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ പലയിടങ്ങളിലും മഴ ലഭിക്കേണ്ട സമയത്ത് മഴ ലഭിക്കാത്തതുകൊണ്ട് രാജ്യത്ത് വൈദ്യുതി ഉപഭോഗം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് ആവശ്യമായ വൈദ്യുതി ലഭിക്കാത്തത്. സംസ്ഥാനത്തും മഴയുടെ ലഭ്യത കുറവാണ്. അതുകൊണ്ട് ഉപഭോഗം കുത്തനെ വർദ്ധിച്ചു. മാത്രവുമല്ല, അതുകൊണ്ട് ഉൽപാദനം താരതമ്യേന കുറഞ്ഞതിനൊപ്പം ഉപഭോഗവും വർദ്ധിച്ചതോടെ വൈദ്യുതി ക്ഷാമം കുത്തനെ കൊടുത്തു. ഈ ഘട്ടത്തിലാണ് ഇനിയും വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന സൂചന മന്ത്രി നൽകുന്നത്. ഈ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ ജനങ്ങളും സഹകരിക്കണമെന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടത്തുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. ഹ്രസ്വ കരാർ, ഒപ്പം ദീർഘകാലത്തെ കരാറൊക്കെ പുതുതായി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. പക്ഷേ വൈദ്യുതി ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വൈദ്യുതി ലഭിക്കാൻ രാജ്യത്ത് മൊത്തത്തിലുള്ള വൈദ്യുതി ക്ഷാമം ഒരു തടസ്സമാകുന്നു എന്നുകൂടി മന്ത്രി പറയുന്നു. ഏതായാലും സോളാർ എനർജി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തും. അതിന് ആവശ്യമായി ഇപ്പോൾ പകൽ സമയങ്ങളിൽ വൈദ്യുതി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമ്പോൾ രാത്രി കുത്തനെ ആ നിരക്ക് വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, വൈദ്യുതി ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നത് പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണമായി മാറുമ്പോൾ അത് സൗരോർജ്ജം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ്. സൗരോർജ്ജം അത് ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനം, അതാണ് ഏറ്റവും പ്രതിസന്ധിയായി മാറുന്നത്. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത് എന്നുകൂടി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട 2 ഇടങ്ങളിൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്റ്റോറേജിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ആ ചർച്ചകളിലേക്കും ആ ഇടങ്ങളിലേക്ക് സന്ദർശിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയാണ് വൈദ്യുതി വകുപ്പ് ആലോചിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നുകൂടി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറയുന്നുണ്ട്. പക്ഷേ ഒന്നുറപ്പാണ് മാധു, ഈ വൈദ്യുതി നിയന്ത്രണം തുടരും. കാരണം അത്രയും വലിയ വൈദ്യുതി ക്ഷാമത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ശരി, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുനിഷ അയ്യല്ലൂരും നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, ഇപ്പം ഈ സർക്കാർ അധികാരം ഏറ്റത് മുതൽ ഇങ്ങോട്ട് നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും അവസാന കാലത്താണ് ഒരു തവണ ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായത്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നാണ് അന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതിനെ വിശദീകരിക്കുകയും ചെയ്തത്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ കറണ്ട് കട്ടുണ്ടാകുന്നു. ഇനി കട്ടുണ്ടാകുന്നു എന്നത് മാത്രമല്ല, അത് തോന്നിയ സമയത്ത് തോന്നിയതുപോലെ നടക്കുന്നു എന്നത് കൂടിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഒരു കാരണം. ഒരു നിശ്ചിത സമയമോ സമയക്രമീകരണമോ ഇല്ലാതെ അത് തോന്നുമ്പോൾ നടക്കുന്നു. എത്ര സമയം എന്നതുപോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പ്രശ്നം. KSEBക്ക് മുന്നിൽ വൈദ്യുത പ്രതിസന്ധി ഉണ്ട്, ലഭ്യത കുറവുണ്ട്, ഈ വാങ്ങാനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട പരിമിതികളുണ്ട്. എന്തു ചെയ്യും KSEB? മധു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നതും അതാണ്. എപ്പോഴാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. അത് KSEBയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായ ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. സ്വാഭാവികമായും ഹ്രസ്വകാല കരാറുകൾ, മറ്റ് സ്വാപ്പ് കരാറുകളെല്ലാം തന്നെയാണ് ഇതിൽ നിലവിൽ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു പ്രതിവിധിയായി KSEBക്ക് മുന്നിൽ കാണാനുള്ളത്. പക്ഷേ നിലവിൽ സ്വാപ്പ് കരാർ വഴി വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അത് സെപ്റ്റംബർ വരെ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴി അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ KSEB വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വൈദ്യുതി പോലും കേരളത്തിന് പര്യാപ്തമല്ല എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. മറ്റൊന്ന്, റോഷിപാൽ പറഞ്ഞതുപോലെ സോളാർ എനർജി ഉണ്ടെങ്കിൽ പോലും രാവിലെ അത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അത് സ്റ്റോറേജ് ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ബെസ് പദ്ധതി അടുത്ത ഒക്ടോബറിൽ മാത്രമാണ് ഒരിടത്തെങ്കിലും എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ എല്ലാ വെല്ലുവിളികളും KSEBക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏത് വഴിയിലൂടെ വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ആലോചനയായി വരുന്നത്. ഇനിയും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഏത് രീതിയിൽ ഈ KSEBക്ക് താങ്ങാൻ കഴിയുമെന്നൊരു ചോദ്യം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. അത് സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തുമോ? ഇത് KSEBയുടെ നമ്മുടെ വൈദ്യുതി ചാർജായി ഈടാക്കുമോ എന്നതടക്കമുള്ള സംശയങ്ങളും ആശങ്കകളും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ മന്ത്രി പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധി അത് കേരളം നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആവശ്യകത നേരത്തെ 3500-3600 ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ
എത്തുമ്പോൾ അത് 4800-ലേക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 70 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രം ഉപയോഗിച്ചെടുത്ത് ഇപ്പോൾ 78 ദശലക്ഷം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം ഡാമുകളിലെ ജലനിരപ്പ് 60% കഴിഞ്ഞ ജൂലൈയിൽ കേരളത്തിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് 8 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയുടെ അധിക ഉപഭോഗം ഈ വർഷം ഉണ്ടാകുന്നുവെന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. മഴയില്ല, ഡാമുകളിൽ വെള്ളമില്ല, വാങ്ങാൻ കഴിയില്ല, കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ. അതിനൊപ്പം സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ലാത്തതും വലിയ പരിമിതിയായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യവുമാണ്. പക്ഷേ പരിഹാരം എന്ത് എന്നത് കണ്ടുപിടിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. മാത്രമല്ല, കറണ്ട് കട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ക്രമീകരണം കൂടിയേ തീരൂ.